പൊട്ടൻഷ്യൽ ഓഡിയൻസ് മുഴുവൻ അഡൽട്സ് ആയിട്ടുള്ള ഒരു R-rated മൂവി. സിനിമയുടെ ഒന്നാം ഭാഗത്തിന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ 132 മില്യൺ. ഡൊമസ്റ്റിക്കലി ടോട്ടൽ $363 മില്യൺ നേടിയ ഈ സിനിമ ആദ്യമായി കണ്ട ആരും കരുതിയിട്ടുണ്ടാവില്ല എന്നെങ്കിലും ഒരിക്കൽ മാർവൽ യൂണിവേഴ്സിനെ തന്നെ താങ്ങി നിർത്താൻ കെൽപ്പുള്ള ഒരു സിനിമയായി ഇത് മാറുമെന്ന്. ഡെഡ്പൂൾ 1 പിന്നാലെ ഡെഡ്പൂൾ 2 വമ്പിച്ച വിജയം നേടിക്കഴിഞ്ഞപ്പോൾ MCU ആരാധകർ ഉള്ളിനുള്ളിൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു എന്നെങ്കിലും ഡെഡ്പൂൾ സീരീസിൽ വോൾവറിൻ എന്ന ക്യാരക്ടറിനെ കാണണമെന്ന്. അങ്ങനെ എക്സ്മാൻ ആരാധകരുടെയും MCU ആരാധകരുടെയും പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമായിട്ടാണ് ഡെഡ്പൂൾ 3 വരുന്നത് വിത്ത് ദ ഇൻഫമസ് വോൾവറിൻ. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഡെഡ്പൂളിനെ റയൻ റെനോൾഡ്സ് അവതരിപ്പിക്കുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വോൾവറിനായി മടങ്ങി വരുന്നത് ഹ്യൂ ജാക്മാനാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഡെഡ്പൂളിനെ എങ്ങനെ കൊണ്ടുവരും എന്ന് പലരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ആ അവസരം ഒരുക്കി തന്നത് ലോക്കി സീരീസിൽ നമ്മൾ കണ്ടിട്ടുള്ള TVA അഥവാ ടൈം വേരിയൻ അതോറിറ്റി എന്ന ഓർഗനൈസേഷനാണ്. സിനിമ എന്തായിരിക്കും എന്നൊരു ധാരണ ഈ ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലായെങ്കിലും അതിനുള്ളിൽ കുറേ ഹിഡൻ ആയിട്ടുള്ള ഈസ്റ്റർ എഗ്സ് ഉണ്ടായിരുന്നു. തകർന്നു വീണ് കിടക്കുന്ന 20th സെഞ്ചുറി ഫോക്സ് ലോഗോയാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈസ്റ്റർ എഗ്. ഡെഡ്പൂൾ ഫ്രാഞ്ചൈസുമായിട്ടുള്ള ഈ സ്റ്റുഡിയോയുടെ കണക്ഷനും അതുപോലെ തന്നെ ഡിസ്നിയുമായിട്ടുള്ള ഇൻ്റഗ്രേഷനും ഒക്കെ ഈ കൊളാപ്സ്ഡ് ആയിട്ടുള്ള ലോഗോ പോയിന്റ് ചെയ്യുന്നുണ്ട്. പ്രൊഫസർ എക്സിന്റെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള കസാൻഡ്ര നോവയും ഈ ട്രെയിലറിൽ നമുക്കിടയ്ക്ക് കാണാൻ കഴിയും. കഥയിലെ പ്രധാന വില്ലനായി കസാൻഡ്ര നോവ വരുമായിരിക്കും എന്നാണ് അത് ഹിന്റ് ചെയ്യുന്നത്. എക്സ്മാൻ മൂവീസിൽ ഉണ്ടായിരുന്ന ഫയർ കൺട്രോളിംഗ് എബിലിറ്റിയുള്ള പൈറോ എന്ന ക്യാരക്ടറിനെ ഡെഡ്പൂൾ 3 ട്രെയിലറിൽ കാണാൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. ഈ ട്രെയിലറിനിടയിൽ കാണിക്കുന്ന വേഡിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ് മറ്റൊരു ഹിഡൻ ആയിട്ടുള്ള ഈസ്റ്റർ എഗ്. ആ ബർത്ത്ഡേ പാർട്ടിയിലെ കൊളോസസ്, ബ്ലൈൻഡൽ തുടങ്ങിയ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് കൈൻഡ് എംഫസിസ് ഓൺ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ മൂവി. കഥയിലെ പ്രധാന വില്ലനാവാൻ സാധ്യതയുള്ള കസാൻഡ്ര നോവ വന്നിറങ്ങുന്ന ഷിപ്പാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് തിങ്. MCUവിൽ തന്നെയുള്ള ആൻഡ്മാൻ എന്ന ഹീറോയുടെ ഹെഡ് ഗിയറുമായിട്ട് ആ ഷിപ്പിന് വല്ലാത്തൊരു റിസംബ്ലൻസ് ഉണ്ട് എന്നതാണ് സത്യം. ആൻഡ് ടു മേക്ക് തിങ്സ് വേഴ്സ്, ദാറ്റ് ഷിപ്പ് ഈസ് ആക്ച്വലി എ സ്കൾ. അത് യഥാർത്ഥത്തിൽ ആൻഡ്മാൻ സ്കൾ തന്നെയാണെങ്കിൽ there is so much this movie has to explain to us. എക്സ്മാൻ കോമിക്സിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന വോൾവറിൻ എന്ന ക്യാരക്ടറും ആദ്യമായി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്ന ഡെഡ്പൂളും ഈ സിനിമയിൽ ഒരു അസാധ്യ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇത്രയും ഹൈപ്പിൽ ഇറങ്ങാൻ പോകുന്ന ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്.